മഴ തോരും മുന്നേ സീരിയലിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവബഹുലമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീന പോകാനായിട്ട് നിൽക്കുമ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകരുത്. നീ ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈജയുടെ ആങ്ങളമാര് നിന്നെ അവിടെ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് നിന്നെ ഇപ്പൊ രേവതിക്കുട്ടിയുടെ കൂടെ വിടാനായിട്ട് എനിക്കൊരു പേടിയുണ്ട്. നീ അവരോട് പോയിട്ട് പറ നീ വരുന്നില്ലെന്ന് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയോട് പറയും. ഇത് കേൾക്കുമ്പോ അലീനയ്ക്ക് അവിടെ ആകെ സങ്കടാവാണ്. രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസാമാന്റെ ഒക്കെ തന്നെ കൂട്ടാൻ വേണ്ടി ഇവിടെ വരെ വന്നില്ലേ. എന്നാൽ അലീനയ്ക്കാണെങ്കിലോ ബാലേന്ദ്രന്റെ വാക്കുകൾ ധിക്കരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അലീന മാമച്ചനോടും ഗ്രേസാമയോടും രേവതിക്കുട്ടിയുടെ അടുത്തായിട്ട് പോയി പറയുന്നുണ്ട്, ആന്റി ഞാൻ വരുന്നില്ല, സാറിപ്പോ എന്നോട് പോകണ്ട എന്ന് പറഞ്ഞു. അതെന്താ, അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞങ്ങളെ കൂടെ ചേച്ചി വന്നേ പറ്റൂ. ചേച്ചി കൊണ്ടുപോകാനല്ലേ ഞങ്ങള് വന്നത്. അതല്ലടി മോളെ, മാഡത്തിന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാനും എന്നെ ആക്രമിക്കാനും വേണ്ടി കുറെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവര് എന്നെ അവിടെ വന്നുകൊണ്ട് ഉപദ്രവിക്കും. അതുകൊണ്ട് സാർ ഇപ്പൊ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ വിടാനായിട്ട് സാറിന് ഇപ്പൊ ഒരു പേടി. എനിക്ക് സാറിന്റെ വാക്ക് ധിക്കരിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് നിങ്ങളിപ്പോ പോയിക്കോ. അപ്പൊ ഗ്രേസാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് മോളെ നീ നരകത്തിൽ കിടന്ന് അവരുടെ വായിലിരിക്കുന്നതും കേട്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നീ ഞങ്ങളുടെ കൂടെ പോരെ. ഇവരുടെ ഇവിടത്തെയും പ്രശ്നമൊക്കെ ഇപ്പൊ നീയാണല്ലോ. അതുകൊണ്ട് മോളെ ആന്റി പറയുന്നത് കേക്ക്. നീ ഞങ്ങളുടെ കൂടെ പോരു കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസാമ്മ അലീനെ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വൈജയന്തിയും ഭവിതി രോഹിത്തൊക്കെ വരുന്നുണ്ട്. വൈജ ചോദിക്കും, എന്തേ ഈ നാശം പിടിച്ചതിനെ കൊണ്ടുപോകാൻ വന്നിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും പോയില്ലേ? അപ്പൊ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങളെ ചേച്ചിയെ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത്, അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാൻ വന്നതൊന്നല്ല. നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് എന്റെ ചേച്ചി ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പറ. എടി നീ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് കയർക്കുന്നോ? നിന്നെ പോലെ ഏതോ തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ചുണ്ടായവളല്ലേ ഈ വൈജ. നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചത് തന്നെയാടി. നിങ്ങളെ ഒന്നും ഞങ്ങളുടെ ഏഴയലത്ത് പോലും നിർത്താൻ കൊള്ളാത്ത ജന്മങ്ങളാണ്. ഇത് കേട്ടതും രേവതിക്കുട്ടിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇതേ പെണ്ണുപിള്ളെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങളെ പോലെ ഏതെങ്കിലും അഴിഞ്ഞാടി നടക്കുന്ന സ്ത്രീക്ക് ഉണ്ടായത് തന്നെയായിരിക്കും ഞങ്ങളും. എന്നിട്ട് പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി അവീത സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പോലത്തെ ആളുകളായിരിക്കും അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുന്നത്. ആര് കണ്ടു നിങ്ങൾ വിവാഹത്തിന്റെ മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല എന്ന്? ഇത് കേട്ടതും വൈജയുടെ വായ അവിടെ അടയാണ്. വൈജ അവിടെ നിന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? നീ ഒന്നും മിണ്ടാതെ നിന്നേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന അവിടെ രേവതിക്കുട്ടിയുടെ വായ അടപ്പിക്കാൻ നോക്കും. അതല്ല ചേച്ചി, കിട്ടേണ്ടവർക്കുണ്ടല്ലോ, കിട്ടേണ്ടത് കിട്ടിയാലേ അവരൊക്കെ നമ്മളെ പോലുള്ള അനാഥകളുടെ തലയിൽ കയറാതിരിക്കുള്ളൂ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനുമാണ് ഇവിടെയെങ്കിൽ ഇവരെയൊക്കെ അടക്കി നിർത്തിയിട്ടുണ്ടാകും. ഇത് കേട്ടതും വൈജിക്ക് അങ്ങോട്ട് ദേഷ്യം വരെയാണ്. ചീ നിർത്തടി, എന്റെ വീട്ടിൽ വന്നിട്ട് നീയൊക്കെ എന്നെ കയറി ചൊറിയുന്നോ? ഇപ്പൊ ഇറങ്ങിക്കോളാം, നീ നാശത്തിനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന്. മറ്റുള്ളവരുടെ കുടുംബം തകർത്തതും പോരാഞ്ഞിട്ടാണ് അവള് കടന്ന് പ്രസംഗിക്കുന്നത്. ഇറങ്ങിപ്പോടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അലീനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ മുകളിൽ നിൽപ്പുണ്ടാകും. വൈജെ, നീ അവളെ തൊട്ടു പോകരുത്. അലീന എന്റെ മകളാണ്. അവൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അപ്പോ വൈജ പറയുന്നുണ്ട്, അലീനെ അവിടെ നിർത്തുന്നത് എനിക്ക് സമാധാനക്കേടാണ്. അതുകൊണ്ട് അവളെ ഇവിടെ നിർത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഹോ ഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അലീനെ ഇഷ്ടമല്ലാത്തവർ ഈ വീട് വിട്ട് ഇപ്പൊ തന്നെ പോകാം. ഇത് ഈ ബാലേന്ദ്രന്റെ വീടാണ്. ബാലേന്ദ്രൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു വീടാണ്. നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കോ. ഇത് കേട്ടതോടും കൂടി വൈജ അവിടെ കിടന്നൊന്ന് പരുങ്ങും. ഒടുക്കം ഗ്രേസാമ്മ ബാലേന്ദ്രനോട് പറയും, അലീന ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിലുള്ള പ്രശ്നം കൂടുകയുള്ളൂ. അപ്പൊ ബാലേന്ദ്രൻ പറയും, അത് കൂടാൻ വേണ്ടി തന്നെയാണ് എന്റെ പരിശ്രമം. അത് കൂടണം, അതിന് അലീന അവിടെ തന്നെ വേണം. ഇത് കേൾക്കുമ്പോ വൈജൊന്ന് ബാലേന്ദ്രനാണ് തുറിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ രേവതിക്കുട്ടി പറയും, വേണ്ട സാറേ, ഞാൻ എന്റെ ചേച്ചിയും കൊണ്ട് പോയിക്കോളാം. മാഡത്തിന്റെ ആങ്ങളമാര് വന്നുകൊണ്ട് എന്റെ ചേച്ചി ഉപദ്രവിക്കും. ഇല്ല രേവതിക്കുട്ടി, ഈ മാഡത്തിന്റെ ആങ്ങളമാരുണ്ടല്ലോ, ഈ ബാലേന്ദ്രന്റെ വീട്ടിൽ വന്നിട്ട് ഇവളെ ഒരു ചുക്കും ചെയ്യില്ല. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവളെ ഒന്ന് തൊട്ടു നോക്കട്ടെ. അപ്പൊ ഈ ബാലേന്ദ്രൻ ആരെന്ന് അവരറിയും എന്നൊക്കെ വൈജയെ നോക്കിയിട്ട് ബാലേന്ദ്രൻ ഒന്ന് ആക്കിയ പോലെ പറയാണ്. അലീനയാണെങ്കിൽ അപ്പോൾ ആകെ ഒരു പെട്ടുപോയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചെകുത്താനും കടലിനും നടുവിൽ പെട്ട പോലെയാണ് അലീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒടുക്കം ഗ്രേസാമ്മ അലീനയോട് വീണ്ടും പറയും, നീ ഇവിടെ നിൽക്കണ്ട കൊച്ചെ, ഞങ്ങളുടെ കൂടെ പോരെ. ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞാലും നിനക്ക് ഞങ്ങളുടെ കൂടെ ഇറങ്ങി പോന്നൂടെ? ഇല്ല ആന്റി, അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ആന്റി എന്നോട് ക്ഷമിക്കണം. കുറച്ചു ദിവസം കൂടെ എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ. അച്ഛൻ പറയാതെ എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ അലീനയുടെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പൊ രേവതിക്കുട്ടി പറയും, ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി. പിന്നെ ചിലരൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, എന്റെ ചേച്ചിയുടെ രോമത്തിൽ ആരെയും ഒന്ന് തൊട്ടു നോക്കിയാൽ ആ നിമിഷം ഈ രേവതിക്കുട്ടി ഇവിടെ എത്തും. പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല. എന്റെ ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ഞാനും എന്റെ ആന്റിയും എന്റെ അങ്കിളും ഒക്കെ ഉണ്ട് എന്നൊക്കെ വൈജയെ നോക്കി ഒന്ന് ആക്കിയ പോലെ രേവതിക്കുട്ടിയോടെ പറയാണ്. വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ മുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് വായ തുറക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവർ അലീനയോടും ബാലേന്ദ്രനോടൊക്കെ യാത്ര പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങാണ്.
പോവാൻ നേരം രേവതിക്കുട്ടി ബാലേന്ദ്രനോട് പറയും, എന്റെ ചേച്ചിയെ സാറെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ചേച്ചിയെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോ എല്ലാവരോടും യാത്രയെല്ലാം പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോകും. അപ്പൊ ബാലേന്ദ്രന് റൂമിലേക്കാണ്ട് കയറി പോകാണ്. അപ്പൊ വൈജ അലീനയോട് പറയുന്നുണ്ട്, എടി നീ ജയിച്ചെന്ന് നീ വിചാരിക്കണ്ടേടി, എന്റെ ആങ്ങളമാരെല്ലാരും കൂടി ഇപ്പൊ ഇവിടെ എത്തും, കാണിച്ചു തരാടി നിന്നെ ഞാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ റൂമിലേക്ക് കയറി പോകാണ്. അപ്പൊ അലീന തന്റെ ഡ്രസ്സും ബാഗും സാധനങ്ങളെല്ലാം മുത്തശ്ശിയുടെ റൂമിൽ കൊണ്ടുവച്ച് അലീന വാതിലെല്ലാം പൂട്ടി ഒരേ കരച്ചിലാകും. പിന്നീട് കാണിക്കുന്നത് അലീന ബാലേന്ദ്രനൊരു ചായല ഉണ്ടാക്കി കൊടുത്ത് മുകളിലേക്ക് പോകും. അന്നേരം 2-3 കാർ ഇങ്ങനെ ഓൺ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. ബാലേന്ദ്രൻ അപ്പൊ ജനലിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ വൈജയുടെ ആങ്ങളമാരും റിലേറ്റീവ്സും MLAയും അങ്ങനെ എല്ലാരും കൂടി പുറത്ത് നിൽക്കുന്നത് കാണും. അപ്പൊ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ ഇതിനകത്ത് കഥ കടിച്ചിരുന്നോ, ഞാൻ പറയാതെ നീ ഡോറ് തുറക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ താഴത്തേക്ക് പോകാതെ മുകളിലെ ഹോളിലിരിക്കും. അപ്പൊ വൈജ അവർക്ക് വാതിലെല്ലാം തുറന്നു കൊടുത്ത് അവരെ അകത്തേക്ക് വിളിക്കാണ്. എവിടെടി വൈജയ് നിന്റെ ബാലേന്ദ്രൻ, ഞങ്ങള് വരുന്നതറിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരുന്നോ എന്നൊക്കെ ശിവേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോ ബാലേന്ദ്രൻ മുകളിൽ നിന്നുകൊണ്ട് പറയും, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എവിടെ പോയിട്ട് ഒളിക്കാനാ ശിവേട്ടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ താഴത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാരും കുടുംബസമേതം ഇങ്ങോട്ടൊക്കെ, ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ശിവേട്ടൻ പറയും, നിന്റെ പുതിയ മകളെ ഉണ്ടല്ലോ, അവളെ കണ്ട് അവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹോ, അപ്പൊ അതാണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം. എന്നാ പിന്നെ നിങ്ങൾ വെറുതെ നിന്നുകൊണ്ട് സമയം കളയണ്ട, നിങ്ങൾ വന്ന പോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാൻ നോക്ക്, ഇവിടെ കിടന്ന് വെറുതെ വിഡ്ഢികളാവണ്ട. അപ്പൊ രാജീവ് ചോദിക്കും, ആരാടാ വിഡ്ഢി, നീ ഇവിടെ ഒരുത്തിയെ പൊറപ്പിക്കുന്നില്ലേ, നാണമില്ലടാ, നിന്റെ ഭാര്യയും മക്കളും നിൽക്കേ, അവളെ ഇവിടെ പൊറപ്പിക്കാനായിട്ട് എന്നൊക്കെ രാജീവ് പറഞ്ഞതും രാജീവിന്റെ കരണം നോക്കി ബാലേന്ദ്രൻ ഒന്ന് പൊട്ടിക്കും. എടാ നീ എന്നെ തല്ലി അല്ലേടാ? അതേടാ ഞാൻ നിന്നെ തല്ലി, ഇനി മേലാൽ നിന്റെ വായ കൊണ്ട് എന്നെ എന്റെ മകളെയും വെച്ച് എന്തേലും വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. ഇതെല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, പ്രായമൊന്നും ഞാൻ നോക്കിയെന്ന് വരില്ല. അപ്പൊ ശിവേട്ടൻ പറയും, എടാ അത് നീ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞങ്ങൾ ഇവിടെ വന്നത് അലീനെ പുറത്താക്കാനാണെങ്കിൽ അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടേ പോവുകയുള്ളൂ. എവിടെടാ നിന്റെ വളർത്തുമകള്, അവളെ നീ ഇങ്ങോട്ട് വിളിക്കി, അവളെ നീ എവിടെ കൊണ്ടുപോയിട്ടാണ് ഒളിപ്പിച്ചു വെച്ചത്? അപ്പോ വൈജ പറയുന്നുണ്ട്, നിങ്ങൾ വരുന്നത് അറിഞ്ഞതുകൊണ്ട് അവളെ കൊണ്ടുപോകാനായിട്ട് അവളുടെ അനിയത്തിയും അവൾ നിൽക്കുന്ന വീട്ടിലെ മാമച്ചനങ്ങളും ഗ്രേസാമാൻറ്റി എല്ലാം വന്നിരുന്നു. അവൾ ഇവിടെ നിന്ന് പോകാൻ നിന്നതാണ്. അപ്പോൾ ഇയാളുണ്ടല്ലോ അവളെ വിട്ടില്ല, എന്നോട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കി എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ടാണ് അയാൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അതേടി, എന്തായാലും നീ എന്നെ ചതിച്ച പോലെ ഞാൻ ഇതുവരെയായിട്ട് നിന്നെ ചതിച്ചിട്ടില്ല. ഞാൻ എന്ത് ചതിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് നിനക്കല്ലേടി അറിയുക, നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, നീയും നിന്റെ വീട്ടുകാരും എന്നെ ചതിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ വൈജാടൊന്ന് പതറുന്നുണ്ട്. വൈജ ഒന്ന് ശിവേണ്ണ നോക്കും. ദേ ബാലേന്ദ്ര, ഞങ്ങളൊരു പ്രശ്നത്തിന് വേണ്ടി വന്നതല്ല, നീയായിട്ട് അവളെ അവിടെ നിന്ന് പുറത്താക്കിയാൽ ഈ പ്രശ്നമൊക്കെ ഇവിടെ തീരും, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് പണിയാകും. ഞാൻ അത്രയും ദൂരത്തുനിന്ന് ഇത്ര റിസ്ക് എടുത്ത് വന്നത് എന്റെ പെങ്ങളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അത് സേഫ് ആക്കാതെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല. അപ്പൊ ബാലേന്ദ്രൻ പറയും, എന്നാ നിങ്ങൾ കേട്ടോ, എന്റെ മകൾ അലീനെ ഞാൻ എങ്ങോട്ടും പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സേഫ് ആക്കണമെന്നാണെങ്കിൽ അവളെയും കൊണ്ട് നിങ്ങൾക്ക് പോകാം. ഹോ, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ട, നിങ്ങൾക്ക് ആ നാണമില്ലാത്തവളെ മതി. നാണമുണ്ടോ നിങ്ങൾക്ക് ഇത് എന്നോട് പറയാനായിട്ട്? അതേടി, നാണമുള്ളത് കൊണ്ടും അഭിമാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് അലീനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാതെ വെക്കുന്നത്. അപ്പൊ രാജീവും ശിവേണ്ണൊക്കെ പറയുന്നുണ്ട്, എന്നാൽ അതൊന്ന് കാണണല്ലോ. വൈജയ് അവൾ എവിടെ? അവള് മുകളിലുണ്ട് ശിവേട്ടാ, വാ രാജീവേ എന്നെല്ലാം പറഞ്ഞോണ്ട് അവരങ്ങോട്ട് മുകളിലേക്ക് കയറി പോകാൻ നിൽക്കുമ്പോ ബാലേന്ദ്രൻ കൈ നീട്ടി പിടിച്ചുകൊണ്ട് ചോദിക്കും, എങ്ങോട്ടാ? അവളെ വലിച്ചു പുറത്താക്കാനാണോ എന്നെല്ലാം ബാലേന്ദ്രൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോ കമല പറയും, അയ്യോ ബാലേന്ദ്ര, എന്റെ ശിവേണ്ണൊന്നും ചെയ്യല്ലേ, വൈജ നീ ഒന്ന് പറ എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും അവിടെ ആകെ ഞെട്ടി നിൽക്കാണ്. ഒടുക്കം വൈജ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം എന്നെ എന്റെ മക്കളെ അങ്ങോട്ട് കൊന്നോ, എന്നിട്ട് നിങ്ങൾ അവളുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോ എന്നൊക്കെ വൈജ പറയാണ്. അപ്പൊ ബാലേന്ദ്രൻ അവിടെ തോക്ക് മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഇനി മേലാൽ കൈതക്കൽ വീട്ടിൽ നിന്നും ഒരൊറ്റ എണ്ണം പോലും എന്റെ വീട്ടിലേക്ക് അലീന പ്രശ്നം പറഞ്ഞുകൊണ്ട് വന്നു പോകരുത്. ഇനി അങ്ങനെ എങ്ങാനും വന്നാൽ നിങ്ങൾ ബാലേന്ദ്രന്റെ വേറൊരു മുഖം കൂടി കാണുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാസ് ഡയലോഗോട് കൂടി ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകാണ്. അപ്പൊ വൈജയ്ക്ക് അവിടെ ആകെ സങ്കടമാവുന്നുണ്ട്. വൈജ അവിടെ പൊട്ടിക്കരയാണ്. ഇനി ഞാൻ എന്താ ചെയ്യാ, ഇനി ഞാൻ എന്ത് ചെയ്യാനാ ശിവേട്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അവിടെ പൊട്ടിക്കരയും. അപ്പൊ ശിവേട്ടൻ പറയും, നീ ടെൻഷൻ ആണ്ട വൈജയ്, ഇത് എന്ത് വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ ഇവിടുന്ന് പുറത്താക്കിയിട്ടേ ഞാൻ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോവുകയുള്ളൂ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കമലേട്ടത്തിയും രാജീവും ശിവേണ്ണ എല്ലാം കൂടി വൈജയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം വന്നവരെല്ലാം അതുപോലെ അങ്ങോട്ട് തിരിച്ചു പോകും.
ഇതോടും കൂടി അലീനെ പുറത്താക്കാനായിട്ടുള്ള രണ്ടാമത്തെ വഴിയും പൊട്ടി പാളീസാവാണ്. അങ്ങനെ അവരെല്ലാം പോയ ശേഷം വൈജയെ രോഹിത്തും ഭവിതയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭവിതയെ രോഹിത്തും വൈജയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ അലീനെ പോയി വിളിക്കുന്നുണ്ട്. അലീന കതക് തുറക്ക്. അപ്പോൾ അലീന ഒന്ന് ഡോറ് തുറക്കും. അവരൊക്കെ പോയോ അച്ഛാ? ഞാനെല്ലാം കേട്ടു. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എനിക്ക് വയ്യ നിങ്ങളുടെ ഈ ഒരു അടിയും വഴക്കൊക്കെ കാണാൻ. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം അച്ഛാ. അച്ഛനൊന്ന് എന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്ക്. ഇല്ല മോളെ, നിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല. അവരെന്നോട് ചെയ്ത ചതിക്ക് എനിക്ക് അവരോട് പകരം ചോദിക്കണം. എനിക്ക് അവർക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാനൊരു മണ്ടനായി പോയില്ല മോളെ. എന്തായാലും കളി തുടങ്ങി കഴിഞ്ഞു. ഇനി എന്തായാലും ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് നിനക്ക് പോകാം. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകും. അപ്പോൾ അലീന അവിടെ നിറ കണ്ണുകളോടെ പറയും, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് എന്റെ അമ്മയുടെ സമാധാനവും എന്റെ അമ്മയുടെ ജീവിതമൊക്കെ തകർന്നു പോയത്. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നെല്ലാം ചിന്തിച്ചോണ്ട് നിറ കണ്ണുകളോട് കൂടി അലീന അവിടെ നിൽക്കാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോള് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ അലീനെ കാണും. അലീനെ കാണുമ്പോ കൃഷ്ണമോൾക്കവിടെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചേച്ചി പോയില്ലേ? ഇല്ല മോളെ, അച്ഛൻ എന്നെ വിട്ടില്ല. മാമച്ചനങ്ങളും ഗ്രേസാമാന്റും രേവതി കുട്ടിയൊക്കെ വന്നിരുന്നു. എന്നിട്ട് അവരൊക്കെ എങ്ങനെ പോയത്? ചേച്ചിക്ക് നടന്ന കാര്യങ്ങൾ മൊത്തം പറ. അപ്പോൾ അലീന ഇന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം കൃഷ്ണമോളോട് തുറന്നു പറയാണ്. അയ്യോ ചേച്ചി, ചേച്ചി ഒന്ന് സൂക്ഷിക്കണം. അവരിനി അടങ്ങിയിരിക്കില്ല. ചേച്ചിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് ചേച്ചി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഞാനൊന്ന് യൂണിഫോം ഒക്കെ മാറ്റി കുളിച്ചിട്ട് വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പോകാൻ നിൽക്കുമ്പോ രോഹിത്തും വൈജയും ഭവിതയൊക്കെ ഹാളിൽ ഇരിപ്പുണ്ടാകും. അല്ല അമ്മേ, അലീന ചേച്ചിയെ പുറത്താക്കി നോക്കിയിട്ട് ഇപ്രാവശ്യം ചീറ്റിപ്പോയല്ലേ? നിർത്തടി, പോയിക്കോളാം എന്റെ മുന്നിൽ നിന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അങ്ങോട്ട് നീറ്റ് പോകും. അപ്പൊ കൃഷ്ണമോൾക്കാണെങ്കിൽ അവിടെ ചിരി വരാണ്. എന്തായാലും സംഭവബഹുലമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അലീനെ പുറത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് വൈജയുടെ ആങ്ങളമാര്. അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.